ഞാൻ സാറിന് പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അത് സാറ് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മറ്റേ ഈ 9 to 5 ജോബ് വേണ്ടാന്ന് പറഞ്ഞിട്ട് സാർ ഇപ്പോൾ നിൽക്കുന്നത് അതുമാണ്, രണ്ടും കൂടെ ലെവലാണ്. ഇപ്പോൾ സാറ് ശരിക്കും ഇതിൽ പണ്ടത്തെ കോൺസെപ്റ്റ് ആ 9 to 5 പക്ക നോ എന്നുള്ള കോൺസെപ്റ്റിനോട് സാറ് ശരി വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ കുഴപ്പമില്ല? ഇതാണ് സാർ ഇതിൽ എനിക്ക് രണ്ട് പോസിറ്റീവാണ് ഉള്ളത്. ഞാൻ ആ അന്നത്തെ ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മെച്യൂർഡ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ചിന്ത പറഞ്ഞത് ഈ ജോലിക്ക് പോകുന്നത് ശരിയില്ല, എല്ലാവരും ബിസിനസ് തുടങ്ങണമെന്നാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ്ലി അത് ശരിയാണെന്നാണ്. ഓക്കെ, അതിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെ പറഞ്ഞുതരാം. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള തോട്ടായിരുന്നു. തീരെ മെച്യൂരിറ്റി ഇല്ലാതെ, അതായത് ജോലിക്കൊന്നും പോകാൻ പാടില്ല, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു തോട്ട്. അത് ശരിക്കും അന്നത്തെ പ്രായത്തിന്റെ ഒരു തോട്ടായിരുന്നു. പിന്നെ രണ്ട്, ഇപ്പൊ എനിക്കിത് ചെയ്യുന്നത് ഒരു ജോലിയായിട്ട് തോന്നുന്നില്ല. ഒന്ന്, എനിക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിന് എനിക്കറിയുന്നതും താല്പര്യമുള്ളൂ. ഇപ്പൊ നിങ്ങളോട് തന്നെയാണെങ്കിലും സംസാരിക്കാനും ഇത്രയും താല്പര്യമുള്ള ഒരു വിഷയമാകുന്നതുകൊണ്ട് എനിക്കതൊരു ജോലിയായിട്ടോ തോന്നുന്നില്ല. ഒരു ഹെഡ് ഏക്ക് നമുക്കില്ല. ഇപ്പൊ ഈവൻ നമ്മൾ ഇപ്പൊ ഈവൻ സാറ്റർഡേ ആയിക്കോട്ടെ, സൺഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൺഡേ ആയിക്കോട്ടെ, നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ടൈം ഒരു വിഷയമല്ല, ഇതൊരു പ്രശ്നം. നേരെ മറിച്ച് നമ്മളെ ഓഫീസിൽ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ 9 to 5 അവരെന്ത് ചെയ്യും, ഒരു ഹോളിഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മളൊരു ഹോളിഡേ ഹേറ്റ് ചെയ്യാണ്. അതായത് നമുക്ക് മാർക്കറ്റുള്ള ദിവസം അനലൈസ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഈ ഇവിടെ വന്നതിന് ശേഷം, സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നതിന് ശേഷം നമ്മളെ കമ്മ്യൂണിറ്റീസിൽ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളിവിടെ പഠിച്ച സ്റ്റുഡൻസിന് ഇപ്പോൾ ഡിസ്കോഡ് ഉണ്ട്, പിന്നെ അതേപോലെ ടെലഗ്രാമും ഉണ്ട്, നമുക്ക് യൂട്യൂബ് ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും താല്പര്യമുള്ളത് ടെലഗ്രാമിലും ഡിസ്കോഡിലും കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് കൊടുക്കുക. ഞാൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് സെറ്റപ്പുകൾ ഷെയർ ചെയ്യുന്നത്, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള പണി അതാ. ഞാൻ ചെയ്യുന്ന ജോലി അതാണ്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് അനാലിസിസ് ആണ്, അത് തന്നെയാണ് ചെയ്യുന്നതും. അതുകൊണ്ട് എനിക്കിതൊരു ജോലിയായിട്ട് തോന്നുന്നില്ല. ഇൻ കേസ് ഇനി ഇതൊരു ഇതാവുകയാണ്, അല്ലെങ്കിൽ എനിക്കിത് ഓക്കെ ആവും, അങ്ങനെ ഒരു സ്റ്റേജ് വരുന്ന തോന്നുന്നില്ല. ഇനി നമുക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നുന്നിടത്ത് അല്ലാത്തടത്തോളം ഞാൻ പോലെ. കാരണം ഞാനിവിടെ ജോയിൻ ചെയ്തതിനു ശേഷം വേറൊരു ജോലിയെ പറ്റി ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിലുണ്ട്. കാരണം MBA അവർ പഠിച്ചിട്ട് ട്രെയിനറായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുക, അതായിരുന്നു അവരുടെ തോട്ട്. ഒന്നും അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കാനുമില്ല. പക്ഷെ ഓക്കെ, ഈവൻ ഇപ്പൊ ഫൈൻ, ഇപ്പൊ അവരെന്നെ ചോദിക്കും, ഇപ്പൊ അവർ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ ഫാദർ തന്നെ ഇങ്ങോട്ട് പറയും, വേറെ നല്ല സ്റ്റോക്ക് ഒന്നും അല്ലേ ഇപ്പൊ വാങ്ങിയിട്ടില്ല, അങ്ങനെയൊക്കെ ചോദിക്കും. ആവശ്യമില്ലാത്തതിലൊന്നും പൈസ ഇടരുത് കേട്ടോ. അപ്പൊ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ മൂപ്പര് ഇങ്ങോട്ട് പറയുന്നതാ. നേരെ മറിച്ച് ഏറ്റവും ആദ്യം ഞാൻ ഈ ജവഹർ അലിയുടെ അടുത്തൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന സമയത്ത് അന്ന് 10 രൂപ 12,000 രൂപ എന്തായിട്ടുള്ളൂ ഫീ ഉള്ളൂ. 10,000 രൂപയൊക്കെ അത്രേ ഉള്ളൂ 2021. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊരു കോഴ്സ് ഓൺലൈൻ സ്കില്ല് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഫീ, അത് പറയാൻ പോലും പറ്റില്ല. സ്റ്റോക്ക് ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഓപ്പൺലി പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ചോദിക്കൽ തുടങ്ങി. ആ ഒരു ചേഞ്ച് നല്ല ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത് ചോദിച്ചാൽ, പിന്നെ 9 to 5 എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതാണ്. ഒന്ന്, അന്നത്തെ തീരുമാനം അല്ലെങ്കിൽ അന്നത്തെ തോട്ട് എന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റിയുടെ ഭാര്യയും, രണ്ടാമത് ഇവിടെ ചെയ്യുന്നത് ജോലിയായിട്ട് തോന്നുന്നില്ല. പിന്നെ പറഞ്ഞത് എല്ലാവർക്കും ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യണം. ഒരു പരിധിയിലപ്പുറത്തേക്ക് എല്ലാവർക്കും ഇത് ഫ്ലെക്സിബിൾ ആവില്ല. ട്രേഡിംഗ് ആണെങ്കിലും അതെ, ബിസിനസ് ആണെങ്കിലും എല്ലാവർക്കും ബിസിനസ്സുകാരാകാൻ പറ്റില്ല. ഏറ്റവും അങ്ങനത്തെ ഉള്ള ആളുകൾക്ക്, ഇപ്പൊ അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളോട് ഞാൻ തിരിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് എന്താണ് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നല്ല ചോദിക്കാം. അതായത് ഇപ്പോ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ ഷൈ ആണ്, ഇത് അവനവന് തിരിച്ചറിയണം. എനിക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറൊരാൾ, നമ്മളെ കംഫേർട്ട് അല്ലാത്തൊരു എൻവയോൺമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്, അപ്പൊ ഞാൻ സൈലന്റ് ആവും. ഇതൊക്കെ അവനവനെ തിരിച്ചറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് തിരിച്ചറിയാനും ഓപ്പൺലി പറയാനും പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾക്കൊരു അഡ്വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ അയാളെ കംഫർട്ട് ആക്കാം. അതല്ലാതെ ചോദിക്കുന്നതിന് നമുക്ക് ഡിപ്ലോമാറ്റ് എല്ലാവർക്കും ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യാം, അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷെ ഇതിനെ പാഷനേറ്റ് ആയിട്ട് എടുക്കാനും പഠിക്കാനും മനസ്സുള്ള ആളുകൾക്ക് കംഫർട്ടാണ്, എടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിന് സക്സസ് ആയിക്കൊള്ളുന്നില്ല, നമ്മൾ അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എപ്പോഴും വേണം. ഇപ്പൊ ബിസിനസ്സുകാർ എല്ലാവർക്കും ബിസിനസ്സുകാരാകാൻ പറ്റുമോ? ചിലർക്ക് പറ്റില്ല. ചിലർക്ക് പറഞ്ഞ പോലെ 9 to 5 ഒഴിവാക്കാൻ പറ്റുള്ളൂ. ബിസിനസ്സോ ട്രേഡിങ്ങിനെ പറ്റിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 9 to 5 പുറത്തേക്കും എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അത്ര എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തൊരു ജോലിക്ക് തന്നെ പോകണം. അയാൾക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലെത്തണം. നമുക്ക് ഫിക്സഡ് ആയിട്ട് മന്ത്ലി സാലറി തന്നെ വേണം. ബ്രേക്ക് ഈവനിലും നെഗറ്റീവിലും ഒന്നും മന്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കരുതുന്നവർക്ക് ബിസിനസ് പറ്റില്ല. അത് പറ്റില്ല എന്ന് തന്നെ നമ്മൾ പറയണം. അത് അക്സെപ്റ്റ് ചെയ്തും കൊടുക്കണം.